മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഓഫ് ഹയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. പോലീസ് ഇൻസ്പെക്ടർ പയസ് ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണം ഉത്സവകാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പൂഴ്ത്തിവെപ്പും കൊള്ളലാഭം ഈടാക്കുന്നതും തടയുന്നതിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തൊടുപുഴയിൽ പരിശോധന നടത്തി. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ വീണ്ടും സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി പാചകപ്പുരയുടെ ജനൽ ചില്ലുകൾ തകർത്തു. ഒരാഴ്ച മുമ്പ് സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ പൂട്ട് തകർത്ത് കുട്ടികളുടെ പഠനോപകരണങ്ങൾ നശിപ്പിച്ചിരുന്നു. ഏഴല്ലൂർ അൽ-അസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കാണാൻ ചീഫ് PC ജോർജ് എത്തി. കളിക്കോപ്പും ഇഷ്ടാഹാരമായ ചിക്കനും ചപ്പാത്തിയുമായാണ് PC ജോർജ് എത്തിയത്. കേരള സ്റ്റേറ്റ് മീഡിയേഷൻ ആൻഡ് കൌൺസിലേഷൻ സെന്ററിന്റെയും തൊടുപുഴ താലൂക്ക് സീനിയർ സിറ്റിസൺ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 24-ന് രാവിലെ 10 മണിക്ക് ഏകദിന ശില്പശാല നടത്തും. വാർത്തകൾ വിശദമായി. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഓഫ് ഹയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി. NSS യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാനം പോലീസ് ഇൻസ്പെക്ടർ പയസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രക്തദാനത്തിന്റെ പ്രാധാന്യം. ഏതൊക്കെ നിലവാരത്തിലുള്ള മനുഷ്യൻ, ഏതൊക്കെ സമ്പന്നനോ ദരിദ്രനോ ആരും ആയിക്കോട്ടെ, ചില സാഹചര്യത്തിൽ സമ്പത്ത് കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പല അവസരങ്ങളുണ്ടാവും. ഒരു അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാൾ, അവൻ കോടീശ്വരനാകാം, പക്ഷേ പെട്ടെന്ന് കിട്ടുന്ന ഒരു ബ്ലഡ് അവൻ്റെ കയ്യിലുള്ള സമ്പാദ്യത്തെക്കാളും ഏറ്റവും വിലപ്പെട്ട ഒന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ NSSലൊക്കെ പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു ബ്ലഡിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിലെ ഒരു അംഗത്തിന് ബ്ലഡിന് ആവശ്യം വന്നാൽ ആ വീട്ടിൽ അതേ ഗ്രൂപ്പിലുള്ള ബ്ലഡുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും നേരെ പോകുന്നത് സമീപത്തെ കോളേജുകളിലേക്ക്. അത് ഇപ്പോഴത്തെ ഒരു സമീപകാലത്തല്ല, നേരത്തെ തൊട്ടുള്ള ഒരു ട്രെൻഡാണ്. കാരണം സ്വന്തം ബ്ലഡ് എടുക്കുന്ന കാര്യത്തിൽ ആളുകൾക്ക് പേടിയാണ്. അത് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്, എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ അതേ അളവ് ബ്ലഡ് ശരീരത്തിലുണ്ടാവും. പക്ഷെ ഒരു ആരോഗ്യമുള്ള ഒരാൾ, അതായത് ചില സ്പെസിഫിക്കേഷൻ, വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇത്ര വെയിറ്റ്, അതുപോലെ തന്നെ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾ, പിന്നെ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരാത്ത ഒരാൾക്ക് 3 മാസത്തിലൊരിക്കൽ ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ ബേബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ജിയോ കുര്യൻ, സന്തോഷ് ട്രോഫി മുൻ ഫുട്ബോൾ താരം PS സലീംകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 34 വർഷമായി കർഷകർക്ക് പട്ടയം കൊടുക്കാതെ കർഷകരെ ഗവൺമെന്റ് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഉടൻ പട്ടയം കൊടുക്കണമെന്നും അല്ലെങ്കിൽ പട്ടയം കൊടുപ്പിക്കുമെന്നും PC ജോർജ് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 1977 മുമ്പുള്ള കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്ന 1980 മുമ്പ് തീരുമാനമായതല്ലേ? ഇപ്പോൾ എത്ര 34 കൊല്ലമായിട്ട് ഇടതുപക്ഷവും UDFും മാറി വന്നു. ഭരിച്ചിട്ട് ഒരു ഗുണമില്ലല്ലോ. എത്രയോ വർഷമായി, 34 കൊല്ലമായിട്ട് പട്ടയത്തിന് നിൽക്കുന്ന മനുഷ്യനോട് പട്ടയം കൊടുക്കാതെ 4 ഹെക്ടർ എന്ന് ആദ്യം പറഞ്ഞു, ഇപ്പം 4 ഏക്കർ എന്ന് പറയും. ആ 4 ഏക്കറെങ്കിലും കൊടുക്കണ്ടേ? അതൊരു മര്യാദ മാത്രമല്ലേ? ഇനി ഒരു വിട്ടുവീഴ്ചയുള്ളത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പച്ചയ്ക്ക് പറയുന്നു, പറഞ്ഞോ കുറവൊന്നും ഇല്ല ഇവിടെ. പച്ചയ്ക്ക് പറയുന്നു, ഉടൻ പട്ടയം ഉടൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവും. ഉടൻ പട്ടയം കൊടുക്കണം, ഇല്ല പട്ടയം കൊടുപ്പിക്കും. ഇപ്പോഴേ പറയും, ഈ വാക്ക് പറയുന്നു, കൊടുക്കണം ഇല്ല കൊടുപ്പിക്കും. ആര് തടസ്സമുണ്ടല്ലോ ആ തടസ്സം ഞങ്ങൾ തട്ടിമാക്കും. കേരള കോൺഗ്രസ്, മനസ്സിലായില്ലേ? ആ തടസ്സം കേരള കോൺഗ്രസ് തട്ടി നീക്കും. തൻ്റെ അടുത്തോട് പറഞ്ഞു. ഓണം ഉത്സവകാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പൂഴ്ത്തിവെപ്പും കൊള്ളലാഭം ഈടാക്കുന്നതും തടയുന്നതിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തൊടുപുഴയിൽ പരിശോധന നടത്തി. റേഷൻ കടകളിലും ഗോഡൌണുകളിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ അളവ് കൃത്യമായി തന്നെ ഉള്ളതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിവരികയാണ്. പൊതുവിപണിയിലെ മൊത്ത വ്യാപാര കടകളും ചില്ലറ വ്യാപാര കടകളും അതോടൊപ്പം തന്നെ റേഷൻ മൊത്ത വ്യാപാര ഹോൾസെയിലുകളും റിട്ടെയിലുകളും ഞങ്ങൾ പരിശോധന കർക്കശമാക്കിയിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് നമ്മുടെ താലൂക്കിൽ സുഭിക്ഷമായിട്ടുള്ള അരിയുടെയും പലചരക്കുകളുടെയും പലവ്യഞ്ജനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുള്ള എല്ലാ മൊത്തവ്യാപാര കടകളിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. അതോടൊപ്പം തന്നെ ഓണക്കാലത്തേക്ക് റേഷൻ കടകളിൽ പരിപൂർണമായിട്ടും 9-ാം മാസത്തെ അരിയും പഞ്ചസാരയും ഗോതമ്പും ഉറപ്പുവരുത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു വരികയാണ്.
തൊടുപുഴയിൽ ഭീമാകാരനായ മഹാബലി. മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ തൊടുപുഴയിൽ ഓണം എത്തിയതിനെ വിളിച്ചറിയിച്ചുകൊണ്ട് ഭീമാകാരമായ മഹാബലിയുടെ രൂപം 14 അടി ഉയരത്തിൽ ഉയർന്നിരിക്കുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് മണക്കാട് ജംഗ്ഷനിൽ ഗ്ലിറ്റ്സ് എന്ന സ്ഥാപനത്തിനു മുന്നിലാണ് 14 അടി ഉയരത്തിലുള്ള ഈ മഹാബലി. ഇത് കാണുവാൻ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. തൊടുപുഴയിൽ ഉയർന്ന ഈ വലിയ മഹാബലി തൊടുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലുതാണ്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾ ആഭരണങ്ങൾക്ക് തന്നെ ഒരു ആൻറ്റിക് കളക്ഷൻസ് എന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ഓണവും വീട് കയറി താമസം മുതലായവകളൊക്കെ വരുമ്പോൾ ഗിഫ്റ്റ്, അതുപോലെ പിറന്നാൾ ആഘോഷങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇന്ന് ഗിഫ്റ്റ് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. തൊടുപുഴയിലെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥാപനം എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഈ 6 മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പൂർത്തീകരിച്ച ഭാവത്തിലെത്തിയിട്ടുണ്ട്. വീട്ട് ഉപകരണങ്ങളായാലും സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും ആഭരണങ്ങളായാലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളായാലും എല്ലാത്തിനും സെപ്പറേറ്റ് വിഭാഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ഓണത്തെ വരവേൽക്കാൻ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. സമ്പൂർണ്ണ മദ്യനിരോധനത്തെ കുറ്റപ്പെടുത്തുന്നവർ മനസാക്ഷിയില്ലാത്തവരും മനുഷ്യ സമൂഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരും പണം പിടുങ്ങാൻ ആഗ്രഹിക്കുന്നവരുമാണെന്ന് PC ജോർജ്. 10 കൊല്ലം കൊണ്ട് കേരളം സമ്പൂർണ്ണ മദ്യവിമുക്ത സംസ്ഥാനമായി മാറുമെന്ന് PC ജോർജ് തൊടുപുഴയിൽ പറഞ്ഞു. എൻ്റെ ആദ്യ പ്രതികരണം, കേരളത്തിലെ മലയാളി സമൂഹത്തോട് രാഷ്ട്രീയ നേതൃത്വം ചെയ്യാവുന്ന ഏറ്റവും വലിയ മാന്യതയാണ് ആ മദ്യം സംബന്ധമായ തീരുമാനം. യാതൊരു തർക്കവും വേണ്ട. അത് പലർക്കും പലരും പറയാം. ആരോപണങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലർ പറയുന്നത് ഒരു വൈരാഗ്യത്തോട് ചെയ്തതാണ്, ചിലർ പറയുന്നത് ചില തീരുമാനങ്ങൾ ആരെങ്കിലും തോൽപ്പിക്കാൻ ചെയ്തതാണ്. ആരെ തോൽപ്പിക്കാനാണെങ്കിലും ആരെ ജയിപ്പിക്കാനാണെങ്കിൽ ഒരു സത്യമുണ്ട്. 10 വർഷം കൊണ്ട് കേരളം പോലൊരു സ്റ്റേറ്റിനെ മദ്യരഹിത ലഹരിരഹിത സംസ്ഥാനമാക്കുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു മഹത്തരമായ കാര്യം ചെയ്യാനില്ല. ഇത് നമ്മൾ എത്രയോ നാളായി പറയുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമല്ലേ, നിഷ്പക്ഷമതികളായ ജനങ്ങളുടെ ഒരു ചിന്തയാണത്. ആ ചിന്തയ്ക്കുള്ള ഒരു തീരുമാനം ഉണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ 418 ബാർ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള 312 കൂടെ പൂട്ടാനാണ്. 5 സ്റ്റാർ ഹോട്ടൽ മാത്രമേ ഇനി ബാർ ഉണ്ടാവൂ. അതിപ്പോൾ ഒരു 10-20 എണ്ണം കാണും കേരളത്തിൽ. ബാക്കി മുഴുവൻ നിർത്തുകയാണ്. ഞായറാഴ്ച ദിവസം 52 ദിവസം കൂടെ ഫുൾ ഡ്രൈ ഡേ ആക്കുകയാണ്. മദ്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേയിലുള്ള ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് മുഴുവൻ പൂട്ടണം. അപ്പോൾ 10% വെച്ച് പൂട്ടുകയാണ്. മനസ്സിലായില്ല? അതിൻ്റെ അർത്ഥം 10 കൊല്ലം കൊണ്ട് സമ്പൂർണ്ണമായ മദ്യരഹിത സ്റ്റേറ്റായി മാറും. ഹസൻ പറയുന്ന വിവരക്കേടൊന്നും മറുപടി അർഹിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. ഹസൻ പറയുന്ന വിവരക്കേട് മറുപടി പറയുന്നില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുള്ളത് ആ യൂത്ത് കോൺഗ്രസ് നേതാക്കാൻ വേണ്ടി വെച്ചാൽ ഹസന് മറുപടി കൊടുത്തോളൂ. അത് എന്നെ കൂട്ടണ്ട. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി പാചകപ്പുരയുടെ ജനൽ ചില്ലുകൾ തകർത്തു. ഒരാഴ്ച മുമ്പ് സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ പൂട്ട് തകർത്ത് അതിക്രമിച്ചു കയറി കുട്ടികളുടെ പഠനോപകരണങ്ങൾ വാരിയെറിയുകയും ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നശിപ്പിക്കുകയും ക്ലാസ് മുറിയിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ല. സാമൂഹ്യവിരുദ്ധ ശല്യം തടയുന്നതിനായി സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമായി. പഞ്ചായത്ത് 5 ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചുവെങ്കിലും ഭരണസമിതിയുടെ അനാസ്ഥ മൂലം ഫണ്ട് പാഴായതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് പറഞ്ഞു. ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് നടന്നു നീങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്കൂള് ഈ ജില്ലയിൽ തന്നെ അപൂർവമായിരിക്കും. അത് ശുചിത്വത്തിനു വേണ്ടി വളരെയേറെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം അഭ്യർത്ഥന മാനിച്ച് പഞ്ചായത്ത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂൾ മുറ്റം ശുചിയാക്കുന്നതിൻ്റെ ഭാഗമായി പണം അനുവദിച്ചിരുന്നു. എന്നാൽ ആ പണം പോലും ചെലവഴിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ഏറ്റവും അധികം ബാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ
അതിൻ്റെ ചുമതല നിറവേറ്റുന്ന കാര്യത്തിൽ ഇടവെട്ടിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചാലങ്കോട് ഗവൺമെൻറ് UP സ്കൂൾ. വളരെ അടിയന്തരമായി ഈ സ്കൂള് ചുറ്റുമതിൽ സംരക്ഷിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം വളരെയധികം രൂക്ഷമായിട്ട് തന്നെയുണ്ട്. ആദ്യത്തെ ദിവസം ഒരു ക്ലാസ് റൂമിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറുകയും അതിനകത്തുണ്ടായിരുന്ന കുട്ടികളുടെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ അവർ നശിപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഇവിടുന്ന് സാറ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൻ്റെ കഞ്ഞിപ്പുരയുടെ ജനൽ ചില്ലുകൾ തകർത്തു. ഇതിനൊക്കെതിരെ ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇനി ഇത് തുടരുകയാണെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം തന്നെ ഇവിടെ നടത്തി സ്കൂളിൻ്റെ നിലനിൽപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കും. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചാലങ്കോട് പന്തംകൊളുത്തി പ്രകടനം നടത്തി. CM അനസ്, CP കുഞ്ഞുമുഹമ്മദ്, പ്രവീൺ വാസു, C പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെഫീഖിനെ കാണാൻ ചീഫ് വിപ്പ് PC ജോർജ് എത്തി. കുമളിയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായി മരണക്കിടക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഷെഫീഖ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടെയാണ് ഷെഫീഖിനെ കാണാൻ നിരവധി പേർ എത്തുന്നത്. PC ജോർജ് അരമണിക്കൂറോളം ഷെഫീഖിന്റെ അടുത്തിരുന്ന് സമയം ചിലവഴിച്ചു. താൻ മന്ത്രിയാണെന്നും രാജാവാണെന്നും ഷെഫീഖ് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ PC ജോർജ് കവിളത്ത് മുത്തം നൽകി. ഷെഫീഖിനായി കളിക്കോപ്പും ഇഷ്ട ആഹാരമായി ചിക്കനും ചപ്പാത്തിയുമായാണ് PC ജോർജ് എത്തിയത്. ആശുപത്രിയിലെത്തിയ ചീഫ് വിപ്പ് PC ജോർജിനെ അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, മാനേജിംഗ് ഡയറക്ടർ KM മിജാസ്, ആശുപത്രി ഡയറക്ടറും ശിശുരോഗ വിദഗ്ധനുമായ KP ഷിയാസും ആശുപത്രി ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു. തൊടുപുഴ ഗണേശോത്സവ് ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7 നാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല മുൻ മേൽശാന്തി ആത്രശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടാണ് ആഘോഷ സമിതിയുടെ ചെയർമാൻ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ MN രവിചേട്ടൻ അതിൻ്റെ അധ്യക്ഷം വഹിക്കും. തുടർന്ന് തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിലെ പ്രസിഡന്റുമാർ അതിന് ആശംസകൾ അർപ്പിക്കും. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പായ്പ്ര അപ്പു മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് 14 ക്ഷേത്രങ്ങൾ, തൊടുപുഴയിലെ പ്രധാനപ്പെട്ട 14 ക്ഷേത്രങ്ങളിലേക്ക് അവിടെ ഒരാഴ്ചത്തെ ഗണേശോത്സവത്തിൻ്റെ ആഘോഷത്തിനായി സമർപ്പിക്കേണ്ടുന്ന വിഗ്രഹങ്ങൾ, പാലക്കാട് നിന്നാണ് വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലത് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുണ്ട്. 24-ാം തീയതി തൊടുപുഴയിലെ ഈ സമ്മേളനത്തിന് ശേഷം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വിഗ്രഹ ഘോഷയാത്ര, തൊടുപുഴയിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര നടക്കും. 24-ന് വൈകുന്നേരം എല്ലാ ക്ഷേത്രങ്ങളിലും, മറ്റ് 14 ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ അവിടെ വിഗ്രഹ സമർപ്പണ സമ്മേളനങ്ങൾ നടക്കും. തുടർന്ന് 25-ാം തീയതി മുതൽ ആഗസ്റ്റ് 25 മുതൽ 31 വരെ ഈ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗണേശ പൂജകൾ, നാമജപം, പ്രഭാഷണം, പ്രസാദ വിതരണം, അങ്ങനെ വിപുലമായ വലിയ പരിപാടികളാണ് ഈ 15 ക്ഷേത്രങ്ങളിൽ ഒരാഴ്ചക്കാലം നടക്കുന്നത്. ഈ ആഗസ്റ്റ് 31-ന് വൈകുന്നേരം 4 മണിയോടുകൂടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. 10,000-കണക്കിന് ഭക്തജനങ്ങളിൽ ഈ ഘോഷയാത്രയിൽ, ശോഭയാത്രയിൽ പങ്കെടുക്കും. വൈകുന്നേരം 6:45 ദിവാരാധനയ്ക്ക് ശേഷം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കടവുകളിൽ ഈ വിഗ്രഹ നിമഞ്ജനം നടത്തും. 24-ന് വിഗ്രഹ സമർപ്പണവും 31-ന് വിഗ്രഹ നിമഞ്ജനവും നടക്കും. 24-ന് രാവിലെ 8-ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗണേശോത്സവ ആഘോഷ സമിതി അധ്യക്ഷൻ MN രവിയുടെ അധ്യക്ഷതയിൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ആത്രാശ്ശേരി രാമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പായ്പ്ര അപ്പു മുഖ്യ പ്രഭാഷണം നടത്തും. S സുധാകരൻ, TS പത്മഭൂഷൺ, AG അമ്പിക്കുട്ടൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. ഇതിനോടനുബന്ധിച്ച് സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ, നാമജപ കീർത്തനം, ഗണേശാർച്ചന, ഭക്തിഗാനസുധ തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ MN രവി, KV രഞ്ജിത്ത്, T ഗോപകുമാർ, PR കണ്ണൻ, S പത്മഭൂഷൺ, ഹരിലാൽ ഇടവെട്ടി, രവീന്ദ്രൻ മണക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു.